ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഗെയിമർ ബോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ട് നമ്മളെ ഇന്ത്യൻ പാകിസ്ഥാനി യുദ്ധമൊക്കെ നടക്കണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സീരിയസ് ആയിങ്ങാണ്ട് നമ്മളൊരു പാർട്ട് ഇടാന്ന് എഴുതി. അപ്പോൾ നമ്മൾ ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധം എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയൊരു യുദ്ധമാണ് നടക്കുന്നത്. അതിൽ ഇന്ത്യ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാം. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം. പുറത്ത് വലിയ പ്രശ്നമൊന്നും ഇല്ല. വല്ല ബോംബുകളൊന്നും കാണാനൊന്നും ഇല്ല കേട്ടോ ഗൈസ്. ബോംബുകളൊന്നും കാണാനില്ല. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ബോംബൊന്നും അങ്ങനെ കാണാനൊന്നും ഇല്ല. അപ്പോൾ ഗൈസ് ഗൈസ് രണ്ട് ബോംബ് വീണിട്ടുണ്ട് ഇവിടെ. പിന്നെ രണ്ട് ബോംബ് നല്ല വലിയൊരു ഗൈസ് വേറെ വന്നിട്ടുണ്ട്. വേറെ രണ്ട് ബോംബും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ എവിടെയെങ്കിലും ബോംബ് വരുന്നുണ്ടോ നമുക്ക്. അതെ ഗൈസ്, നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡിലൊരു ബോംബും അവിടെ വന്നു. അപ്പോൾ ഗൈസ് നേരത്തെ പൊട്ടിയത് ഇത് ആ ഭാഗത്തു നിന്ന് നേരത്തെ പൊട്ടിയത് ഇതൊക്കെ മാറി ഗൈസ്. നേരത്തെ പൊട്ടിയത് ഈ ഭാഗത്തു നിന്നാണ് പൊട്ടിയത്. ഇപ്പോൾ പൊട്ടിയത് ഈ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധം എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണൊന്നും ബോംബ് വരുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ നല്ല യുദ്ധം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ കാറിലൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം. പുറത്തെന്താ പാടുന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ രാവിലെ ഇട്ട കോസ്റ്റ്യൂമിൽ തന്നെ കണ്ട് പുറത്തിറങ്ങിക്കുകയാണ്. അപ്പോൾ കഴിച്ച് നമ്മൾ ഡിഫൻഡർ എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. പുറത്ത് വണ്ടികളൊക്കെ ഉണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ തലവരെ ഒന്ന് പോയിട്ടൊന്ന് വന്ന് നോക്കാം. ഗൈസ് ഇവിടെ എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എയർപോർട്ടൊക്കെ തുറന്നിട്ട് തന്നെയാണ്. വിമാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ രാത്രിയാണ്. രാത്രി വെളിച്ചത്തിൻ്റെ ടാർഗറ്റ് നോക്കിയാണ്ടാണ് പാകിസ്ഥാന് ബോംബ് ഇടണേ. അപ്പോൾ നമ്മുടെ ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഓല് യുദ്ധം ചെയ്യുക, ഓല് കുറേ ആൾക്കാർ മരിക്കുകയാണ്. അപ്പോൾ ഓല് ആ യുദ്ധം നിർത്തിയാൽ നമ്മൾ ഇന്ത്യ അടിപൊളിയാവും. അപ്പോൾ ഇന്ത്യ തുടങ്ങി വെച്ചതൊന്നുമല്ല. ഫസ്റ്റ് പാകിസ്ഥാനിലെ കുറച്ച് ആൾക്കാർ ഇന്ത്യനെ വന്നുങ്ങാണ്ട് ആക്രമിച്ചു. അപ്പോൾ പാകിസ്ഥാൻകാർ ഇന്ത്യനെ ആക്രമിച്ചപ്പോൾ ഇന്ത്യ പിന്നെ നോക്കിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യ പോയി ഞങ്ങളൊരു ബോംബ് അങ്ങോട്ട് ഇട്ടു. അതാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വലിയൊരു യുദ്ധത്തിലേക്കാണ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ സംഭവം എന്നൊക്കെ നമുക്ക് ഈ പോണ കാക്കുവിനോടൊന്ന് ചോദിച്ചു നോക്കാം. കാക്കു ഒന്ന് നിൽക്ക്. കാക്കു നമുക്ക് കാക്കുവിൻ്റെ അടുത്തേക്കൊന്ന് ചെന്ന് നോക്കാം. കാക്കുങ്ങൾക്ക് എന്താണ് ഈ യുദ്ധത്തിനെ പറ്റി പറയപ്പോൾ? മോനെ ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കോ, അല്ലെങ്കിൽ ഭയങ്കര യുദ്ധമാണ് നടക്കുന്നത്. അതുകൊണ്ട് മോൻ വേഗം വീട്ടിലേക്ക് പോയിക്കോ, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ഗൈസ് കാക്കു നമ്മളോട് പ്രശ്നമാവും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഇനി എന്തായാലും നമുക്ക് ഡിഫൻഡർ എടുത്ത് നമ്മളെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോകണ വഴിക്ക് ആരെയും എന്തെങ്കിലും ഒരാളെ കാണണമെങ്കിൽ നമുക്ക് ഓരോട് ചോദിച്ചു നോക്കാം. എന്താ നിങ്ങളെ വീട്ടിലേക്ക് എവിടേക്കാണ് പോകണമെന്നൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ വഴിയിലൊരാളെ കാണണമെങ്കിൽ നമുക്ക് അങ്ങനെ ചോദിച്ചു നോക്കണം. കാക്കുങ്ങളുണ്ടോ? വീട്ടിൽ കയറുണ്ടോ? ഇല്ല മോനെ, ഞാൻ മോൻ നിൽക്കും. അയ്യോ കാക്കു അറിയാതെ ഊണാണ് കേട്ടോ, സോറി. അപ്പോൾ കാക്കുവിനെ നമ്മൾ അറിയാതെ വീഴ്ത്തിയിട്ടുണ്ട്. കാക്കുവിനോട് ചോദിച്ചപ്പോൾ കാക്കു ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഇവിടെ ഒരു കാക്കുണ്ട്. ഈ കാക്കുവിനോടൊന്ന് ചോദിച്ചു നോക്കാം. കാക്കു ഒന്ന് നിൽക്കും, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനെ പറ്റിയിട്ടാണ്. മോനെ ഭയങ്കര യുദ്ധമാണ് നടക്കുന്നത്. മോൻ വേണമെങ്കിൽ വീട്ടിൽ പോയിക്കോ, ഞാൻ വീട്ടിലേക്ക് എന്തായാലും പോവാണ്. അപ്പോൾ മോൻ എന്തായാലും വീട്ടിലേക്ക് പോയിക്കോ മോനെ, ഞാൻ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഓക്കെ, ശരി. അപ്പോൾ കാക്കു പറഞ്ഞത് നമ്മളോട് വീട്ടിൽ പോകാനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ പോവാം. ഭയങ്കര യുദ്ധമാണ് നടക്കണം. ആ കാക്കൊക്കെ അർജൻറ്റിൽ വീട്ടിൽ പോവാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നമ്മളെ വീട്ടിലേക്കൊന്ന് പോവാം. എന്നിട്ട് രാവിലെ എണീച്ചിട്ട് ബാക്കി നോക്കാം. പാകിസ്ഥാൻകാർ മെയിനായിട്ട് നമ്മളെ ഇന്ത്യക്ക് അടിക്കുന്നത് രാത്രിയാണ്. അപ്പോൾ എന്തായാലും നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ അടുത്ത് ഡിഫൻഡിൻ്റെ ഡോറൊക്കെ പോയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പോകുമ്പോൾ ചെറുതായിട്ട് അവിടെ മരുതി. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഇവിടെ നമ്മളെ ഡിഫൻഡർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ പോയി കടന്നുറങ്ങാം. നല്ല രീതിക്ക് ഷെൽട്ടർ ഇല്ലോടത്ത് നമുക്ക് ഒതുക്കാം. ചിലപ്പോൾ നമ്മളെ വണ്ടിക്ക് എങ്ങാനും ചിലപ്പോൾ ഈ പാകിസ്ഥാൻകാർ പറയാൻ പറ്റില്ല. ഓല് വണ്ടിക്കും എല്ലാ ബിൽഡിങ്ങുകൾക്കൊക്കെ നല്ല ബോംബിടുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് എന്തായാലും പോയി കടന്നുറങ്ങാം ഗൈസ്. അപ്പോൾ ഇനി രാവിലെ എണീച്ചിട്ട് ബാക്കി നോക്കാം ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും ബെഡൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇനി ഉറങ്ങട്ടെ. ഇനി രാവിലെ എണീച്ചിട്ട് ബാക്കി പറയാം ഗൈസ്. ബൈ. പിന്നെ ഗൈസ് നമ്മൾ രാവിലെ എണീച്ചിട്ടാണ് നമ്മൾ ഡിഫൻഡർ അതാ കഴിഞ്ഞ് കിടക്കണു. നമ്മൾ ഇന്നലെ രാത്രി ഇതൊക്കെ ഇട്ടിരുന്നു.
ഗൈസ് നമ്മളെ ഡിഫൻഡർ കത്തിക്കരിഞ്ഞാട്ട് ഗൈസ് നമ്മളെ ഡിഫൻഡർ ഒന്നും കാണാനില്ല ഗൈസ്. കരിഞ്ഞ് തൂഫാനായി പോയിട്ടുണ്ട് ഗൈസ് നമ്മളെ ഡിഫൻഡർ. അപ്പം ഇനി നമുക്ക് എന്തായാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാം എന്താ സംഭവം എന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാം ഗൈസ്. അപ്പോൾ പുറത്ത് ഗൈസ് ഗൈസ് പാകിസ്ഥാൻ യുദ്ധത്തിൽ കുറേ വണ്ടികൾ ചത്ത് കിടക്കുന്നു ഗൈസ് കരിഞ്ഞിങ്ങാണ്ട്. അപ്പോൾ എന്തുണ്ടായിരിക്കും, ഇവിടെ ഒരു കാറൊക്കെ ഉണ്ട്, ഇവിടെ ഒരു താത്തൊക്കെ ഉണ്ട്. ആ താത്തൊക്കെ മരിച്ചു നോക്കുന്നു ഗൈസ്. അപ്പോൾ താത്താനെ കുളിക്കൊക്കെ ഗൈസ്. താത്താക്ക് അനക്കൊന്നുമില്ല. അപ്പം നമുക്ക് ഇനി എന്തായാലും ഈ കാറും കൊണ്ട് നമുക്ക് പോവാം. നമുക്ക് എന്തായാലും ഇന്ന് വർക്കുള്ള ദിവസമാണ്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ രാത്രി യുദ്ധം നടന്നുകൂടെ. നമ്മൾ ഉറങ്ങാൻ പോയിട്ട് വന്നപ്പോഴത്തേന് നമുക്ക് എന്തായാലും ഗൈസ് ആ കാറുകളും കാണാമല്ല. നമുക്ക് എന്തായാലും ഇനി ഈ കാറ് നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ജോലി ഉണ്ട്, വർക്കിൻ്റെ ആണ്. പക്ഷെ ഇന്നെന്തായാലും ഉച്ച വരെയൊക്കെ ഉള്ളൂ നമ്മളെ വർക്ക് ഉണ്ടാവുക. അതിട്ട് അല്ലാതെ പേടിക്കാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും റൂമിൽ പോയി കണ്ട് നമ്മളെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇനി ഞാനെന്തായാലും ഡ്രസ്സ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ഒന്ന് അതിട്ട് കത്തിക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയാൽ പാൻറ്റും തൊപ്പിയും കണ്ണാട്ടൊക്കെ ഇട്ട് ബാഗൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ നമ്മളെ ഓഫീസിലേക്ക് നമ്മളിനി പോവുകയാണ് ഗൈസ്. നമ്മളെ കാറ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കാറ് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് ഇട്ടാണ് നമ്മളെ ഡിഫൻഡറിൻ്റെ പകരം. അപ്പോൾ എന്തായാലും നമുക്ക് ആ കാറിൽ കയറിയിട്ട് നമുക്ക് പോവാം ഗൈസ്. ഈ ഇന്ത്യ യുദ്ധം കാരണം എൻ്റെ എത്ര കോടിയെടുത്ത് വാങ്ങിയ ഡിഫൻഡർ, ആ ഡിഫൻഡർ അടക്കം നശിച്ചു പോയിട്ടോ ഗൈസ്. നമുക്കെന്തായാലും ഈ വഴിക്ക് കൂടി പോകണ്ട, മറ്റേ വഴിക്ക് കൂടി പോകട്ടോ ഗൈസ്. ഓക്കെ വയസ്സ് നമ്മളെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നമ്മൾ ഓഫീസിൽ പോവാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി എന്തായാലും ഞാൻ എൻ്റെ ഓഫീസ് കാണിച്ചിട്ട് നിർത്താണ്. അപ്പോൾ എല്ലാവരും അടുത്തൊരു വീഡിയോ ആകുമ്പോഴത്തേന് എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ഓക്കെ ബൈ.